എച്ച് ബി ടോയ്സിന്റെ ZP-1005 1:10 സ്കെയിൽ വരുന്ന ഡിഫൻഡർ. ഇത് ആക്ച്വലി ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത്ര ക്ലിയറോ പ്രോപ്പറോ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ് രണ്ടാമത് ഒന്നും കൂടെ നമ്മൾ ഒന്നുകൂടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ബോക്സിന്റെ പുറത്ത് ഓൾറെഡി ഉണ്ട്. IPX4 വാട്ടർ പ്രൂഫ് ആണ്. 15 km/h ആണ് ഇതിന്റെ സ്പീഡ് പറയുന്നത്, മാക്സിമം സ്പീഡ്. നല്ലൊരു റിമോട്ട് വരുന്നുണ്ട്. 4 വീൽ ഡ്രൈവ് ആണ്. സ്പ്ലാഷ് പ്രൂഫ് ആണ് കേട്ടോ. ആക്ച്വലി വാട്ടർ പ്രൂഫ് അല്ല, സ്പ്ലാഷ് പ്രൂഫ് ഇലക്ട്രോണിക്സ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ബോൾ ബാരിങ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ബെയറിംഗ് ഉണ്ട്. ലൈറ്റിംഗ് ഫങ്ഷൻസും അടിപൊളി സെർവോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗ് സെർവോ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, തുറന്നു നോക്കാം. തുറന്നിട്ടുണ്ട്. തുറന്ന് വരുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട്. ഓഫ് റോഡ്, മെയിൻ സോൺ, ടോപ്പ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തരുന്നുണ്ട്. പിന്നെ ഒരു ഗൈഡിനകത്ത് ഇവരടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണോ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ നമ്മുടെ കയ്യിലുള്ള യെല്ലോ മോഡലുണ്ട്, അതല്ലാത്ത മോഡൽ എല്ലാ സാധനങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത പേജിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ആംഗിൾ എത്രയുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയുണ്ട്, എവിടെയാണ് ബാറ്ററി വരുന്നത്, ഒക്കെ ഇതിനകത്ത് മെൻഷൻഡ് ആണ്, ഓരോ ഡീറ്റെയിൽസും. ഓക്കെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, മാനുവൽ നമ്മൾ മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇവിടെ റിമോട്ട് വരുന്നുണ്ട്. ഗൺ ടൈപ്പ് റിമോട്ട് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി റിമോട്ടാണ്. ഇതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്കൊരു റെഡ് ലൈറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടണാണ്. പിന്നെ നമുക്ക് ത്രോട്ടിൽ ട്രിമ്മും സ്റ്റിയറിംഗ് ട്രിമ്മും വരുന്നുണ്ട്. ത്രോട്ടിലും സ്റ്റിയറിംഗും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഇത് റിവേഴ്സും ചെയ്യാൻ പറ്റും, ഫോർവേഡും റിവേഴ്സും. ഈ ബട്ടൺ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി റിവേഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി റിവേഴ്സ് ആവും. നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് പോകുന്ന രീതിയിലാക്കാൻ പറ്റും. പിന്നെ ഒരു സോഫ്റ്റ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഗൺ ടൈപ്പ് തന്നെയാണ്. ബാക്കി താഴെയാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 4 AA ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി നോക്കാം. ജസ്റ്റ് ഇത് മാറ്റി വെച്ചിട്ട് റിമോട്ട് കൂടെ വെക്കാം. ഇനി ഇവിടെ നമുക്ക് ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ ബോക്സിനകത്ത് എന്താ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് നമ്മൾ തുറന്നിട്ടുണ്ട്. ബോക്സിനകത്ത് നമുക്ക് വരുന്നത് ഒന്ന് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. ഓക്കെ, ചാർജറിൻ്റെ അഡാപ്റ്റർ കം കേബിളാണ് വരുന്നത്. അതിനകത്ത് ഇൻപുട്ട് 5 വോൾട്ട് 12 കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. 8000 mAh ആണ് കേട്ടോ, കുറവാണ് ബാറ്ററി. റിമോട്ടിലോട്ടുള്ള 4 AA ബാറ്ററി വരുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഹുക്കുകൾ വരുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഹുക്ക് ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഹുക്ക് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മറ്റേ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഇവിടെ ഒരു ഉണ്ട്, ജസ്റ്റ് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പുറത്തോട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മളെ 1/10 സ്കെയിൽ ഡിഫൻഡർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 1/10 സ്കെയിൽ ഡിഫൻഡർ അത്യാവശ്യം അടിപൊളി ഇതാണെന്നാണ് എൻ്റെ ഒരു വെപ്പ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ടയറൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന് അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ബമ്പർ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഇവിടെ ഒരു ഗ്രില്ല്, ഡിഫൻഡറിൻ്റെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റിൻ്റെ ബോർഡ് 2 സൈഡിലും വരുന്നുണ്ട്. ഈ 2 ഇതെടുത്തിട്ടാണ് നമുക്കിത് തുറക്കേണ്ടത്. ഇവിടെ വരുന്നുണ്ട്. അതെടുത്തിട്ടാണ് ബോഡി നമുക്ക് അപ്പ് ചെയ്യേണ്ടിരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ എന്താ പറയുക, എയർ ഉള്ളോട്ട് എടുക്കുന്നതിൻ്റെ നോസ്. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം അടിപൊളി ഒരു എന്താ പറയുക ബമ്പർ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഉറപ്പുള്ള സംഭവം. എവിടെ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വണ്ടിക്ക് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്ത വെച്ചാണ്. പിന്നെ ഈ ഹുക്ക് കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇത് എക്സ്ട്രാ കുറച്ച് അതിനകത്ത് വരുന്നുണ്ട്. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി. അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ കുറച്ച് ഹുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഓഫ് റോഡ് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ മറ്റേ എയർ ഉള്ളിലോട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. 2 സൈഡിലും മിറർ വരുന്നുണ്ട്. പിന്നെ സൈഡിലോട്ട് വേറെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രില്ല് സംഭവം, മേളിൽ ഒരു എന്താ പറയുക, നമ്മളിത് ക്യാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ ഇതിന്റെ ബാക്ക് വശത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടയർ അവൈലബിൾ ആണ്, സ്റ്റെപ്പിനി ടയർ. ഇത് ആക്ച്വലി ഒറിജിനലി ഇതിന്റെ അതേ ടയർ തന്നെയാണ്. ഇവിടെ ഈ സൈഡിൽ ഒരു ചെറിയിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു എന്താ പറയാ ജാക്കി, മറ്റേ ലിഫ്റ്റിന്റെ ഒരു ജാക്കിന്റെ ഒരു ചെറിയൊരു ഡൈക്കാസ് ഒരു മോഡൽ വരുന്നുണ്ട്, ചെറിയൊരു മോഡൽ. ബാക്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ലൈറ്റ് അവൈലബിൾ ആണ്. വേറെ താഴെ ഒന്നും പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഇതിന്റെ താഴ് ഭാഗത്തോട്ട് വരാം. അതാണ് താഴ് ഭാഗം വരുന്നത്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണെന്നാണ് തോന്നുന്നത് ഈ സാധനം. പക്ഷെ ഇതിന്റെ റോഡൊക്കെ മെറ്റലാണ് വരുന്നത്. ഓക്കെ, ഇത് റോഡൊക്കെ മെറ്റലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറെക്കുറെ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുറന്ന് കാണിച്ചു തരാം. തുറന്ന് കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സ്ട്രിപ്പ് വരിക, ഇവിടുന്ന് ഈ സ്ട്രിപ്പ് വരിക, ഫ്രണ്ടിന്ന് വരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ അങ്ങ് പൊക്കിയെടുക്കാൻ പറ്റും. പൊക്കിയെടുത്തിട്ട് ഈ സൈഡിലോട്ട് വെക്കുക. ഇതിനകത്ത് അകത്തോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിലുള്ള ലൈറ്റ് അതുപോലെ തന്നെ ബാക്കിലെ ലൈറ്റ് ഒക്കെ ഈ ഒരു ബോർഡ് മന്നാണ് വരുന്നത്. ഈ ഒരു ESCൻ്റെ ഒരു ബോർഡ് മന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിലെ സർവോയിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഷോക്ക് അബ്സർ വരുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോക്ക് അബ്സർ തന്നെയാണ്. ഓക്കെ, കുറച്ച് ടൈറ്റ് ഷോക്ക് അബ്സർ. അത് നമുക്ക് ലൂസാക്കാൻ പറ്റുമോ എനിക്കറിയില്ല. നമുക്ക് ചില ആക്ഷൻസിനൊന്നും അത്രയും വലിയ പെർഫെക്ഷൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം ബോഡിക്ക് ഓൾറെഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് അവസ്ഥ അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു അടിപൊളി മോട്ടറാണ് വരുന്നത്. ഇതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ഇതുപോലെ കണ്ടില്ലേ, ഒരു ഹുക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഓക്കെ, 1500 mAh ആണ് ബാറ്ററി വരുന്നത്. ഇതിനും 2 പോർട്ട് ഉണ്ട്. ആക്ച്വലി ഇതാണ് വണ്ടിയിലോട്ട് കണക്ട് ചെയ്യുന്ന പോർട്ട്, ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന പോർട്ട്. അങ്ങനത്തെ 2 പോർട്ട് ഉണ്ട് വെഹിക്കിളിൽ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തിരിച്ച് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇത് ഇവിടെ അങ്ങനെ വെക്കുന്നു. ഇതിനകത്ത് ബാറ്ററി ഇടുന്നത് മാത്രം ഒരു ചടങ്ങാണ് കേട്ടോ. കാരണം മുന്നേ മറ്റേതിന് ഇട്ടതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. കുറച്ചൊരു ചടങ്ങ് പരിപാടിയാണ് ഇതിന് ബാറ്ററി ഇടുക എന്നുള്ളത്. നോക്കട്ടെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സാധനം ഒന്ന് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പിന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഇതിനും നമുക്ക് എന്ത് ചെയ്യണം, പിന്ന് കൊടുക്കാണ്ട് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് പിൻ അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഓൺ ബട്ടൺ എവിടെ വരുന്നതെന്നല്ലേ, ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു റെഡ് ബട്ടൺ വരുന്നില്ലേ, ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഓൺ ബട്ടണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇത് ഓടിക്കാതെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ചെയ്യും. ആ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ പിന്നെ ഇത് ഈ ബോഡി തുറക്കണം ഈ ഒരു ഓൺ ബട്ടണിലോട്ട് നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. ഓക്കെ, വണ്ടി ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി കുറച്ച് ലൈറ്റെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഒരു റെഡ് ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ്റെ ഭാഗമായിട്ട് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എല്ലാം റെഡി ആയി നിർത്തിയിട്ട് വേണ്ടി വരും നമുക്ക് ആക്ച്വലി വണ്ടി ഒന്ന് റൺ ചെയ്യിക്കാൻ എടുക്കാൻ. കാരണം അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം യൂസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഓക്കെ, ഓഫ്. നമ്മൾ മേലത്തെ ഇത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാറ്ററി ഇട്ടു. ഇനി റിമോട്ട് എടുക്കുക, റിമോട്ടിന് ബാറ്ററി ഇടണം. ആക്ച്വലി നമ്മൾ വേറെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ബാറ്ററി ഇടാം. 4 AA ബാറ്ററി ആണ് കേട്ടോ. ഇതിന് ആക്ച്വലി ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇട്ടു. നമ്മൾ ഓൺ ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, കണക്റ്റായി. കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഉള്ളിലൊരു വൈറ്റ് ലൈറ്റും പിന്നെ അതിൻ്റെ ചുറ്റിലും ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ലൈറ്റും
ഇങ്ങനത്തെ ഒരു ലൈറ്റ് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇൻഡിക്കേറ്റർ ആക്ച്വലി വരുന്നില്ല. അതൊന്ന് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ലൈറ്റ് മാത്രം, ഇപ്പം ബ്ലൂ ലൈറ്റ് മാത്രം. ഓക്കെ, ഓഫ്. ഇത്രയാണ് വരുന്നത്. ഇതൊന്ന് ഇൻഡിക്കേറ്ററൊക്കെ പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തോന്നുന്നു. അതിനുള്ള പോർട്ടൊക്കെ ആക്ച്വലി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി അതാണോ എന്നറിയില്ല. ഓക്കെ, നമുക്കിനി അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇതാ ഓൾറെഡി സ്റ്റിയറിംഗ് ആരോ ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലെവലാക്കി വെക്കാം. ഇത് റൺ ചെയ്യാം. ഇതിന് സ്റ്റിയറിങ്ങിന് ബ്രേക്ക് ഉണ്ട്. അതായത് എങ്ങനെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട് ആക്ച്വലി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് ബാക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ടോ. ഓക്കെ, അത്യാവശ്യം അടിപൊളി പെർഫോമൻസ് ഉള്ള സാധനമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള എന്താ പറയുക ടയറൊക്കെയാണ്. പിന്നെ അതിൻ്റെ പവറാണ്. പ്രസ് ചെയ്ത് പോയിട്ടോ. ഇതിൽ കയറുമെന്ന് നോക്കാം. കയറി പോകാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇതിനും ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ആക്ച്വലി. ക്രൂയിസ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ ട്രിം ചെയ്താൽ മതി. ത്രോട്ടിൽ ട്രിം മൂവ് വയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ആവും. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ലെവൽ നോക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഇതിന് വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് ട്രിം ത്രോട്ടിൽ ട്രിമിന് കേട്ടോ. ഇപ്പം ഇവിടെ ഭയങ്കര ഗ്രിപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മളെ കൈ വെച്ചിട്ട് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തടഞ്ഞു നിർത്തി. നല്ല പവറിലാണ് ഇപ്പം ഞാനത് തടഞ്ഞു നിർത്തിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഇതിൽ നോക്കട്ടെ കേട്ടോ. ഓ, കയറിപ്പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് സാധനം. നമ്മളെ കാണിച്ചു തരാം. ഓ, രക്ഷയില്ല. അത്യാവശ്യം നല്ല പവർ ഉണ്ട് സാധനത്തിനുണ്ട്. ചുമ്മാ എന്താ പറയുക, ചെറിയ സാധനമൊന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടതാണ് ഇതിൻ്റെ, പക്ഷെ അന്ന് എല്ലാവർക്കും പ്രോപ്പറായിട്ട് റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും റൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് റൺ ചെയ്തിട്ട് കാണാം.